പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് വിവാദത്തിൽ. സന്ദർശനത്തിൽ ലീഗ് നേതാക്കൾക്ക് അതൃപ്തി. ഇന്നലെയാണ് ലോക് ഭവനിലെത്തി ഗവർണറുമായി ബഷീർ അലി കൂടിക്കാഴ്ച നടത്തിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളുടെ സഹോദരപുത്രനാണ് ബഷീർ അലി ശിഹാബ് തങ്ങൾ. വിശദാംശങ്ങളുമായി ബെൻസൺ ബാബുവാണ് ചേരുന്നത്. ബെൻസൺ, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു സന്ദർശനം ഉണ്ടായിരിക്കുന്നത്? മാത്രവുമല്ല, ഗവർണർ അമിതാധികാര പ്രയോഗം നടത്തുന്നു എന്നുള്ള വിമർശനങ്ങൾ സർക്കാരിൻ്റെ ഇടയിലും UDF-ൽ തന്നെയും ഉണ്ടാകുമ്പോഴാണല്ലോ ഈ സന്ദർശനം നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അതെ ശ്യാമിലി, ഇന്നലെയാണ് ലോക് ഭവനിലെത്തി ഗവർണറെ പാണക്കാട് ബഷീർ അലി തങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഈ ചിത്രങ്ങളോട് ഉൾപ്പെടെ ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ കുറിപ്പിൽ ഇത്തരത്തിലാണ് പറയുന്നത്: കേരള ഗവർണർ ബഹുമാനപ്പെട്ട ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി ലോക് ഭവനിൽ കൂടിക്കാഴ്ച നടത്തി സൗഹൃദം പുതുക്കുന്നതിനോടൊപ്പം കേരളത്തിന്റെ വികസനവും സാമൂഹിക പുരോഗതിയും ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് സൗഹൃദപരമായ ചർച്ചകൾ നടത്തി എന്നുള്ളതായിരുന്നു ആ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ബഷീർ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭരണപരമായിട്ട് യാതൊരു വിധത്തിലുള്ള പദവികളും വഹിക്കുന്ന ആളല്ല, MLA അല്ല, അതോടൊപ്പം തന്നെ മറ്റൊരു തരത്തിലുള്ള പദവികളും വഹിക്കുന്ന ആളല്ല. അത്തരത്തിലൊരാൾ ഇങ്ങനെ ഗവർണറെ ചെന്ന് കണ്ട് സന്ദർശിക്കുകയും അദ്ദേഹം ഗവർണറുമായി സന്ദർശനം നടത്തിയതിനു ശേഷം ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കുവെക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത്. നേരത്തെ ശ്യാമിലി പറഞ്ഞതുപോലെ തന്നെ ഗവർണർ അമിതാധികാര പ്രയോഗം നടത്തുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായം, എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും മുസ്ലിം ലീഗിലെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സന്ദർശനം നടന്നിരിക്കുന്നത്. ബഷീർ അലി തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചില വിദ്യാഭ്യാസ സംബന്ധമായി ബന്ധപ്പെട്ട ചില സ്ഥാപനങ്ങളുടെ മേലധികാരി എന്നതിൽ ഉപരിയായി മറ്റൊരു തരത്തിലുള്ള പദവികളും അദ്ദേഹം വഹിക്കുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളായിരുന്നു നടന്നിരുന്നത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കുറിക്കേണ്ടിയിരുന്നത്. പിന്നീട് എന്തുകൊണ്ട് ഇത്തരത്തിൽ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട സാമൂഹിക പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാക്കി എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ലീഗിനുള്ളിൽ വലിയ വിമർശനമായി ഉയർന്നു വന്നിട്ടുള്ളത്. ലീഗ് നേതാക്കൾക്ക് ഉൾപ്പെടെ വലിയ വിമർശനം ഈ ഒരു വിഷയത്തിൽ അവർ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ഒരു സന്ദർശനത്തിൽ ലീഗിലെ മുതിർന്ന നേതാക്കൾ മറുപടി പറയേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ മുസ്ലിം ലീഗ് സംഘടനയ്ക്കുള്ളിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സന്ദർശനം അദ്ദേഹം നടത്തി? ഈ ചിത്രങ്ങളോടൊപ്പം അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന ഈ കുറിപ്പുകൾ ഉൾപ്പെടെ ചോദ്യമായി തന്നെ ഉയർന്നു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്ത് തന്നെയാണെങ്കിലും ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത വരുത്താൻ, എന്തായിരുന്നു സന്ദർശനത്തിന്റെ കാരണം, ഏത് സാഹചര്യത്തിലായിരുന്നു ഈ ഒരു സന്ദർശനം എന്നത് സംബന്ധിച്ചിരുന്ന ഒരു വ്യക്തത അദ്ദേഹം ഇതുവരെയും വരുത്തിയിട്ടില്ല. എന്ത് തന്നെയാണെങ്കിലും നിലവിൽ ഈ ഒരു വലിയ വിവാദത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സന്ദർശനം വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. ശ്യാമിലി, ശരി.